മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തിന്റെ മുമ്പിലിരുന്ന് നസീഹത്ത് നടത്തി. എന്നിട്ട് പ്രവാചകൻ ദുആ ചെയ്യാൻ സമയമായപ്പോ നബിതങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, കുടുംബ ബന്ധങ്ങൾ മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദുആ ചെയ്യാൻ സമയമായ സമയത്ത് സഹാബത്തിന്റെ ഇടയിൽ നബിതങ്ങൾ പറയാ, കുടുംബ ബന്ധങ്ങൾ മുറിച്ച ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാ. നബിതങ്ങൾ പറയാ, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇരിക്കുന്നവരുടെ ഇടയിൽ കുടുംബ ബന്ധങ്ങൾ മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാൻ. കാരണം കുടുംബ ബന്ധം മുറിച്ച ഒരാൾ ആ മജ്ലിസിൽ ഉണ്ടെങ്കിൽ ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാ. അതുകൊണ്ട് എഴുന്നേറ്റ് പോകണേ എന്ന് നബിതങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, കുടുംബ ബന്ധം മുറിക്കുന്നതിന്റെ എത്രത്തോളം അതിന്റെ നാശം, അതിന്റെ ഭവിഷ്യത്ത് എത്ര വലുതാണെന്ന് ഈ ഒരൊറ്റ ഹദീസ് മതി നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കുടുംബ ബന്ധം മുറിച്ച ഒരാളിരിക്കുന്ന മജ്ലിസിലെ ദുആയ്ക്ക് പോലും ദുആയ്ക്ക് ഇജാബത്തില്ല. അത്രത്തോളം വലിയ പാപമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബ ബന്ധം മുറിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇത്രയും പേര് ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട്. എനിക്കറിയാം നിങ്ങളിൽ പലരും മിണ്ടാറില്ല, പരസ്പരം സലാം പറയാറില്ല. പടച്ചവനെ പിന്നെ വിളിച്ചതിന്റെ പേരിൽ എല്ലാരും കൂടെയല്ല, എന്നാ പിന്നെ ഒന്ന് പോയി കൂടിയേക്കാം എന്ന ലക്ഷ്യത്തോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഒരു വിഭാഗം ഈ മജ്ലിസിൽ ഇരിക്കുന്നുണ്ട്. മറ്റൊരു വിഭാഗമുണ്ട്, അവര് കാണുമ്പോ ചിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കും, സലാം പറയും, പക്ഷെ ഉള്ളിൽ വൈരാഗ്യമാണ്. അങ്ങനെ വന്നിരിക്കുന്നവരും ഈ സദസ്സിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരസ്പരം സ്നേഹമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ബന്ധങ്ങളുടെ വിലയറിയുന്നില്ല. ആരാ വാപ്പ, ആരാണ് ഉമ്മ, കൂടപ്പിറപ്പെന്ന് പറഞ്ഞാൽ ആരാ, സഹോദരങ്ങളും അവർ തമ്മിലുള്ള ബന്ധമെന്താ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമെന്താ, ഇതിന്റെയൊന്നും വില ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാകുന്നില്ല ആർക്കും. നിങ്ങൾ നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിക്കും നമ്മളോട് ഏറ്റവും കൂടുതൽ ശത്രുത കാണിക്കുന്നത് നാട്ടുകാരും അയൽവാസികളുമാണെന്നല്ല, സ്വന്തം കുടുംബക്കാരാ. സ്വന്തം കൂടപ്പിറപ്പിന് സിഹർ ചെയ്യുന്ന സ്വന്തം അനുജൻ തന്നെ ചേഷ്ടന് ചെയ്യുന്നു. സഹോദരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സിഹർ ചെയ്യുന്നു. ശത്രുക്കളെ പോലെ പോരാടുന്നു. കണ്ടാലും മിണ്ടുന്നില്ല, സലാം പറയുന്നില്ല, മരിച്ചാൽ പോലും എന്റെ വീട്ടിൽ കയറാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിൽ ഇന്ന് ജീവിക്കുന്ന എത്രയോ കൂടപ്പിറപ്പുകളെ നമുക്കറിയാം. എന്താണ് ഇതിന്റെ കാരണം? പരസ്പരം സ്നേഹമില്ലാതെ പോകുന്നതിന്റെ കാരണം എന്താ? പണ്ടത്തെ കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഒരു വീടുണ്ട്, ഒരു ചെറിയ വീട്. അന്ന് വലിയ കൊട്ടാരമൊന്നുമില്ല. ആ ചെറിയ വീടിന്റെ അകത്ത് പടച്ചവനെ സന്തോഷവും സമാധാനവും, AC റൂമും ഡബിൾ കോട്ട് കട്ടിലും ഒന്നുമില്ല. പടച്ചവനെ ഒരു ഹാളും ഒരു അടുക്കളയും കാണും. ആ ഹാളിൽ ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളി കിടക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് വിരിച്ചിട്ട് പാവുള്ളവൻ പായി കിടക്കും, പുതയ്ക്കാൻ പുതപ്പുള്ളവൻ പുതയ്ക്കും, ഇല്ലെങ്കിൽ ഉടുത്ത മുണ്ടൊടച്ചങ്ങോട്ട് പുതച്ചു കിടക്കും. ഇങ്ങനെ നമ്മളൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് വാപ്പയും അടിയില്ല, വൈരാഗ്യമില്ല. അനിയനോട് ജ്യേഷ്ഠന് സ്നേഹമുണ്ട്, കുടുംബക്കാരനോട് പ്രത്യേക സ്നേഹമുണ്ട്. ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ചെറിയ വീടിനകത്ത് കിട്ടിയിരുന്ന സന്തോഷം ഇന്ന് നിങ്ങളെ നാട്ടിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നീ ഒരു കൊട്ടാരം പണിതിട്ടുണ്ട്, ഒരുപാട് റൂമുണ്ട്. ഇന്ന് വരെ നീ നിന്റെ വീട്ടിൽ റൂമിൽ പോലും കിടന്നിട്ടില്ല. അത്രയ്ക്കും മനോഹരമായ രീതിയിൽ വലിയ വീടുകൾ ഉണ്ടാക്കി. പക്ഷെ സമാധാനമില്ല, സന്തോഷമില്ല, സ്നേഹമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം നരകിച്ച് തീർക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ അതിന്റെ കാരണം? എന്തേ അതിന്റെ കാരണം? ഈ ഇരിക്കുന്നതിൽ അധികം പേർക്കും പണമുണ്ട്, വീടുണ്ട്, സമ്പത്തുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കച്ചവടമുണ്ട്, വാഹനമുണ്ട്, തിന്നാനും കുടിക്കാനും അല്ല നിനക്കൊക്കെ വാരിക്കോരി തന്നിട്ടുണ്ട്. ഈ ഇരിക്കണ താത്താനോട് ചോദിക്കണം, നിനക്ക് എന്തെങ്കിലും കുറവുണ്ടോ? താത്താന് സ്വർണമുണ്ടോ,
സ്വർണമുണ്ട്, വസ്ത്രമുണ്ട്, തിന്നാനുണ്ട്, കാറുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും പറയുന്നു ഉസ്താദെ സമാധാനമില്ല ഉസ്താദെ, ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുക, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിപ്പോറാണ്ട് ചില സമയത്ത്. മക്കളെ ഓർത്തിട്ട ഉസ്താദെ ഇല്ലെങ്കിൽ എന്നേ ഞാൻ വാരി കെട്ടി പോയേനെ എന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തേ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താ? എന്തുകൊണ്ടാണ് ഇന്ന് കുടുംബങ്ങളിൽ ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കുന്ന ഭാര്യയും ഭർത്താവും രണ്ടും മനസ്സുമായിട്ടാ കിടക്കണം? അവര് തൊലികൾ ചേർന്ന കിടക്ക, രണ്ടും കെട്ടിപ്പിടിച്ച് കിടക്കും, എന്നാലും മനസ്സിന്റെ ഉള്ളിൽ വേറെ ചിന്തകളാ, സ്നേഹമില്ല. കൂടപ്പിറപ്പുകൾ തമ്മിൽ സ്നേഹമില്ല, വാപ്പയും ഉമ്മയും തമ്മിൽ സ്നേഹമില്ല. ഇവിടെ സ്വന്തം ഉമ്മ തന്നെ ചോദിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും എന്താടാ ഇന്ത്യയും പാകിസ്ഥാനും പോലെ കിടന്ന് തല്ലണേ? നിങ്ങൾ രണ്ടുപേരും കൂടപ്പിറപ്പുകളല്ലേ എന്ന് മാതാപിതാക്കൾ തന്നെ മക്കളോട് ചോദിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം? പഴയ വീടും പുതിയ വീടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് മാത്രം പഠിച്ചിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പറ, നിങ്ങളൊക്കെ ജനിച്ചു വളർന്ന വീടുണ്ടല്ലോ, തറവാട്, ആ വീട്ടിലുണ്ടായിരുന്ന ഒരു സന്തോഷവും സമാധാനവും ഇപ്പം നിങ്ങൾ പണിത കൊട്ടാരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചേ. ഉണ്ടോ താത്താമാരെ? നിങ്ങളെന്താ എല്ലാം എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കണേ? നിങ്ങളൊക്കെ ജനിച്ചു വളർന്ന ഒരു വീടുണ്ടല്ലോ, ആ വീട്ടിൽ കിട്ടിയ സന്തോഷം നിന്റെ ഭർത്താവ് പണിത കോടിക്കണക്കിന് രൂപയുള്ള വീടിനകത്തുണ്ടോ? ഇല്ല. ഉണ്ടോ കാക്കാമാരെ? ഇവിടെ BVIP ഇരിക്കണേ, ഉണ്ടോ ചങ്ങായിമാരെ? ഇല്ലടോ, ഇല്ല. എന്തേ അതിന്റെ കാരണം? അതിന്റെ കാരണം നമ്മൾ പഠിച്ചു നോക്കുമ്പോ പണ്ട് സ്നേഹമുണ്ടായിരുന്നു, ഇപ്പൊ സ്നേഹമില്ല. സ്നേഹമുണ്ടാകാനുള്ള കാരണം എന്താ? പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു വലിയ പാത്രമുണ്ട്, ആ പാത്രത്തിന്റെ അകത്ത് ഉമ്മ ഭക്ഷണം എടുത്തു വെക്കും, എന്നിട്ട് വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് ആ പാത്രത്തിന്റെ ചുവട്ടിലിരിക്കും. എന്നിട്ട് എല്ലാവരും ആ പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം വാരി കഴിക്കുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടങ്ങനെ ഒരുപാട് പാത്രമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുക. വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഒരു പാത്രത്തിനകത്ത് നിന്ന് കഴിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു പണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ മനസ്സുകൾ തമ്മിൽ ഒരു അടുപ്പമുണ്ടായിരുന്നു, മനസ്സുകൾ തമ്മിൽ ഒരു സ്നേഹമുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ചവനെ മനസ്സിന്റെ ഉള്ളിൽ വൈരാഗ്യമില്ലായിരുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മനസ്സുകൾ തമ്മിലെടുക്കും. ഈ ആകാശത്തിന്റെ കീഴിലുള്ള അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടുകളിൽ ഒരു വീട് കുടുംബക്കാര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വീട്. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിക്ക്, ഈ ഇരിക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരും ഒന്ന് ചിന്തിക്ക്. ഈ അടുത്ത കാലത്ത് നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ദിവസം ഏതാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അങ്ങനെ ഒരു ദിവസം കാണില്ല. കാരണം ഭർത്താവ് എപ്പോഴെങ്കിലും വരും, മക്കൾ എപ്പോഴെങ്കിലും വരും, നീ എപ്പോഴെങ്കിലും തിന്നും. എല്ലാവരും സമയം കിട്ടുന്നതിനനുസരിച്ച് അങ്ങനെ 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 ഭക്ഷണം കഴിക്കാം. ഇനി ഒരുമിച്ചിരുന്നാൽ തന്നെ ആർക്കും മുഖത്ത് നോക്കാൻ സമയമില്ല, അപ്പോഴും മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. എടോ, പരസ്പരം സ്നേഹമുണ്ടാകണമെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്. അതൊക്കെയാ സ്നേഹം. അല്ലാതെ കാമുകനും കാമുകയും കൂടെ വല്ലവന്റെ പെണ്ണുമ്പിള്ളയും വിളിച്ചോണ്ട് പോയിട്ട് ഏതെങ്കിലും ഐസ്ക്രീം ബാറിൽ പോയിട്ട് ഒരു ഐസ്ക്രീമിനകത്ത് രണ്ടുപേരും ഒരു സ്പൂൺ ഇട്ട് കഴിക്കുന്നതൊന്നുമല്ല സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദെ? എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. സ്നേഹം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രവാചകനും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഒരാള് കുറച്ച് പാല് കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിൽ കൊടുത്തു. കുറച്ചു പാല് കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിൽ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാല് വാങ്ങിയിട്ട് ആദ്യം കുടിച്ചില്ല. നബി തങ്ങൾ തന്റെ ഭാര്യയായ ആയിഷയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷ നീ കുടിക്ക്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
ആണുങ്ങൾക്ക് ദഹിക്കത്തില്ല. അതുകൊണ്ടാണ് ആമീൻ പറയത്തിനും വേണ്ടി. ആദ്യം ആരാ കഴിക്കേണ്ടത്? ഭർത്താവാണോ ഭാര്യയാണോ? നിങ്ങളെന്താ എന്നെ നോക്കണേ? ആരാദ്യം കഴിക്കണ്ടേ? നമ്മൾ കല്യാണം കഴിഞ്ഞ് മണിയറയിൽ പോകുമ്പോൾ ആദ്യം ഇവൻ പാല് കുടിക്കും, എന്നിട്ട് പെണ്ണുപിള്ളയ്ക്ക് പാല് കൊടുക്കും. അങ്ങനെ നബിതങ്ങളുടെ കയ്യിൽ അല്പം ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തപ്പോ നബിതങ്ങൾ കുടിക്കാതെ ആയിഷയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷ നീ കുടിക്ക ആയിഷ. നബിതങ്ങൾ ആയിഷ ബീവിക്ക് കൊടുത്തു. ആയിഷ ബീബി റളിയല്ലാഹു തആല പാല് കുടിച്ചു. മദിനബിയെ വയറ് നിറച്ചു കുടിക്ക ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല വയറ് നിറച്ചു പാല് കുടിച്ചിട്ട് മദിനബിയെ ഈ വയറ്റിലെ സ്ഥലമില്ല നബിയെ. നബിതങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തപ്പോ ആ പാലിന്റെ പാത്രം ഇങ്ങനെ നബിതങ്ങൾ തിരയുകയാ. ആ കുടിച്ച പാലിന്റെ പാത്രത്തിന്റെ ചുറ്റുഭാഗത്തും നബിതങ്ങൾ ഇങ്ങനെ തിരയുന്നുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, എന്തേ നബിയെ കളഞ്ഞുപോയ വസ്തു തിരയണ പോലെ എന്താ തിരയണേ? എന്താണ് നീ തിരയുന്നത് എന്ന് ചോദിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞ മറുപടി, ആയിഷ നിന്റെ ചുണ്ട് നീ എവിടെ വെച്ചാണ് കുടിച്ചതെന്ന് ഞാൻ തിരയുകയാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ചുണ്ട് എവിടെയാണ് വെച്ച് കുടിച്ചത്, ആ സ്ഥലം ഞാൻ തിരയുകയാ. അവസാനം അങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് തന്റെ ഭാര്യ എവിടെയാണോ ചുണ്ട് വെച്ച് കുടിച്ചത് അതേ സ്ഥലത്ത് തന്നെ നബിതങ്ങൾ തന്റെ ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ആ പാല് കുടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കും. ഇതാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അത്രത്തോളം അടുപ്പമുണ്ടാകണം. ഈ ബന്ധം കണ്ടിട്ടാണ് മക്കള് വളരുന്നത്. ഇത് കണ്ടാണ് ഉസ്താദല്ല, പള്ളിയിലെ ഉസ്താദന്മാരോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർമാരോ അല്ല, ഏറ്റവും ഒന്നാമത്തെ അധ്യാപകർ ഉസ്താദന്മാര് വാപ്പയും ഉമ്മയുമാ. നിങ്ങളെ കണ്ടാ നിങ്ങളുടെ മക്കൾ വളരുന്നത്. നിന്റെ ശീലമാണ് നിന്റെ മക്കൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മക്കൾക്ക് മാതൃകയാകുന്ന രീതിയിൽ വേണം നിങ്ങൾ ജീവിക്കാൻ. നീയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹ് ആരാണെന്ന്. ഒരു വാപ്പയുടെ കടമയാണ് മക്കൾക്ക് അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൽ, നബിതങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൽ, ബന്ധങ്ങളും സ്വന്തങ്ങളും പറഞ്ഞു കൊടുക്കൽ. ഇത് മദ്രസയിൽ ഞങ്ങൾക്ക് അതിനോടുള്ള മഹത്വത്തെ കുറിച്ച്, അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയാനേ കഴിയൂ. നീ നിന്റെ ഉപ്പാനെയും ഉപ്പയുടെ സഹോദരനും ഉമ്മയുടെ സഹോദരനും ബന്ധുക്കളെ കൊണ്ടുപോയി കാണിക്കുകയും അവരുമായി പരിചയപ്പെടുത്തുകയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുള്ളതാ. എന്നാൽ ഇന്നങ്ങനെയില്ല. അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ നാശങ്ങളിലേക്ക് കുടുംബങ്ങൾ പോയി അവസാനിക്കുന്നു. ഇന്ന് കുടുംബങ്ങൾ പരസ്പരം തമ്മിലടിക്കാനുള്ളതായി മാറുന്നു. ഇന്ന് കുടുംബത്തിൽ ഗ്രൂപ്പുണ്ട്, സുബ്ഹാനല്ലാഹ്. അതിനകത്ത് കയറാൻ പറ്റുമോ? എല്ലാം കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുടുംബങ്ങൾ യോജിക്കുന്നതിന് വേണ്ടി ആ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനകത്ത് കിടന്ന് തമ്മിത്തല്ലിയിട്ട് തമ്മിലടിച്ച് പിരിയുന്ന അവസ്ഥയായി ഇപ്പൊ കാണുന്നത്. ഏഷണിയും പരദൂഷണവും പറയാനുള്ള, കുത്തുവാക്ക് പറയാനുള്ള ഒരവസരമായിട്ടാണ് ഇന്ന് ഗ്രൂപ്പുകൾ കാണുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും കുടുംബ ബന്ധങ്ങൾ മുറിക്കാൻ പാടില്ല. കുടുംബ ബന്ധം മുറിക്കുന്നവൻ അവൻ ഇരിക്കുന്ന മജ്‌ലിസിലെ ദുആയ്ക്ക് പോലും ഇജാബത്തില്ല എന്ന ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ബന്ധങ്ങൾ നമ്മൾ എപ്പോഴും ചേർത്തു പിടിക്കാൻ മനസ്സു കാണിക്കണം. നമ്മൾ ചേർത്തു പിടിച്ചാലേ നമ്മുടെ മക്കൾ നമ്മളെ ചേർത്തു പിടിക്കൂ. നമ്മൾ എന്താണോ കാണിക്കുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, അതാണ് നമ്മുടെ മക്കളും ചെയ്യുന്നത്. അവർക്ക് മാതൃകയാകണം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ദുആ പഠിച്ചു വെക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു ദുആയാണ്. ഈ ദുആ എല്ലാവരും ചെയ്യണേ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ടെന്നാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. എന്താണ് ദുആയ്ക്കകത്ത് പറയുന്നതെന്നറിയോ? അല്ലാഹുവേ, എന്റെ ഭാര്യ നീ സ്വാലിഹത്താക്കണേ അല്ലാഹ്. ഒരു ഭർത്താവ് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ എന്റെ ഭാര്യ നീ നന്നാക്കണം തമ്പുരാന്. ഒരു ഭാര്യ ദുആ ചെയ്യുന്നു, എന്റെ ഭർത്താവിനെ നന്നാക്കണം തമ്പുരാന്. അല്ലാഹുവേ, എന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം പടച്ചവനെ. എന്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണം തമ്പുരാന്. ഈ ദുആയിന്റെ അർത്ഥം അതാണ്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരാ, അല്ലാഹുവേ എനിക്കൊരു സ്വാലിഹത്തായ ഭാര്യയെ തരണേ അല്ലാഹ്.
എനിക്ക് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭർത്താവിനെ തരണേ അല്ലാഹ്. ഇതാണ് ആ ദുആഇന്റെ അർത്ഥം. അതുകൊണ്ട് വാപ്പ ദുആ ചെയ്യുകയാണ്, എന്റെ ഭാര്യയെ നന്നാക്കണം തമ്പുരാനെ, എന്റെ മക്കളെ നന്നാക്കണം തമ്പുരാനെ, അവരെനിക്ക് സ്വർഗം വാങ്ങിത്തരുന്നവരാക്കണം തമ്പുരാനെ. എന്നിട്ട് അവസാനം നീ പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ എന്നെ നീ നന്നാക്കണേ അല്ലാ, എന്നെ നീ നന്നാക്കണം തമ്പുരാനെ, എന്നെ ഇമാമാക്കണം തമ്പുരാനെ. പള്ളിയിലെ ഇമാമല്ല, മഹല്ലിലെ ഇമാമല്ല, പിന്നെ എന്നെ ആരാണ്, എന്നെ എങ്ങനെയാണ് ഇമാമാക്കേണ്ടത്? ലിൽ മുത്തഖീന ഇമാമാ, എന്റെ ഭാര്യയുടെ ഇമാമാക്കണം, എന്റെ മക്കളുടെ ഇമാമാക്കണം, എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും മാതൃകയാകുന്ന, അവർക്ക് രണ്ടുപേർക്കും ഇമാമത്വത്തിൽ അർഹതയുള്ള എനിക്ക് എന്നെ നീ ഇമാമാക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബമെന്ന് പറഞ്ഞാൽ ആരാ? ഈ കാണുന്ന ഓളമൊന്നുമല്ല സഹോദരാ. കുടുംബമെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? കുടുംബത്തിന്റെ വില എന്തെന്നറിയോ? കുടുംബത്തിന്റെ മഹിമ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ യാസീൻ പാരായണം ചെയ്യുന്നവരാ. ആ യാസീൻ എന്ന് പറയുന്ന സൂറത്തിന്റെ അകത്തൊരായത്ത് കാണാം, വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാളെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ പാലിരിപികളും തേനിരിപികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലിരിപികളും തേനിരിപികളും ഒഴുകുന്ന ഞാനും നിങ്ങളും എത്ര ചിന്തിച്ചാലും മനസ്സിലാകാത്ത അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. പടച്ചവനെ, അല്ലാഹു എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, ജോലിയില്ല, ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല, പ്രയാസമില്ല. അവിടെ വഅദ് കേൾക്കണ്ട, വഅദ് പറയണ്ട, സദഖ കൊടുക്കണ്ട, നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, ഒരു നന്മയും ചെയ്യണ്ട. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുതെന്ന് പറയാൻ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ ഒരാൾ പോലും ഇല്ലടോ. എന്ത് വേണമെങ്കിലും തിന്നാ, എന്ത് വേണമെങ്കിലും കുടിക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. അവിടെ പ്രായമുള്ളവരില്ല, ഗ്ലാമർ കുറഞ്ഞവരില്ല. എന്റെ ചെറുപ്പക്കാരാ, എല്ലാവർക്കും 33 വയസ്സാ. അല്ലാഹുവിന്റെ സ്വർഗത്തില് ആണിനും പെണ്ണിനും 33 വയസ്സാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ കറുത്തവരില്ല. എല്ലാവർക്കും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂസുഫ് നബിയുടെ ഗ്ലാമറാണ്. എല്ലാവരും പടച്ചവനെ 33 വയസ്സുകാർ അടിച്ചു പൊളിച്ച് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ നടക്കാം. ആ സ്വർഗത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമ്പോ ഒരു കുടുംബം കാണുകയാണ്, ഒരു കുടുംബത്തെ കാണുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കൈപിടിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ചാരുകസേരയിലിരുന്ന് ആടുകയാണ്. അവര് സുഖിക്കുകയാണ്. ബീച്ചിലല്ലടോ, കടപ്പുറത്തല്ലടോ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും തന്റെ മക്കളുടെ കൈപിടിച്ചിട്ട് അവര് കുടുംബസമേതം സ്വർഗത്തിലിരുന്ന് ആസ്വദിക്കുകയാണ്. നിങ്ങൾ അവരുടെ ചാരത്ത് നിൽക്കുകയാണ്. അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാൻ, അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാൻ അല്ലാഹുവിന്റെ സ്വർഗത്തില് നിങ്ങൾ നിന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്. കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്.
റബ്ബേ, മണിയില്ല റബ്ബേ, വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, ഈ വാളിന്റെ സദസ്സിലിരിക്കുന്ന ഈ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിക്കുന്നു, അല്ലാഹു തന്ന മക്കളെ കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോയിട്ട് അവര് ചാരുകസയിലിരുന്ന് ഇങ്ങനെ സുഖിക്കുകയാണ്, അവര് സ്വർഗത്തിലിരുന്ന് ആസ്വദിക്കുകയാണ്. ആ സമയത്തതാ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന മലക്കുകൾ അവരോട് പറയുന്നു, അസ്സലാമു അലൈക്കും. അസ്സലാമലിക്കുന്ന കാലം വരെ ഒരു പാപം ചെയ്യാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, നിന്നെയും നിന്റെ ഭർത്താവിനെയും നിന്റെ മക്കളെയും കാണുമ്പോ അവര് പറയുന്നു, അസ്സലാമു അലൈക്കും. സ്വർഗത്തിലെ മലക്കുകൾ പോലും നിന്നോട് സലാം പറയുകയാ. അതാ സ്വർഗത്തിൽ കടന്നു വരുന്നവര് മുഴുവനും, സ്വർഗത്തിൽ കടന്നു വരുന്നവര് മുഴുവനും നിന്നെ കാണുമ്പോ സലാം പറയുകയാണ്. ഇന്ന് നിന്നോട് പറയാ മടിയാണ്, നീ ആരാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരു കുടുംബത്തെ കാണുമ്പോ സ്വർഗത്തിലെ മലക്കുകൾ സലാം പറയുകയാ, സ്വർഗവാസികൾ സലാം പറയുകയാ. അങ്ങനെ എല്ലാവരും നിന്നെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്, സ്ഥാനം തരികയാണ്. ആ സമയത്ത് ഈ ഒരുമിച്ച് കൂടിയ പെണ്ണുങ്ങൾ ചോദിക്കുകയാ, ആമിന, എങ്ങനാ അല്ലാഹു നിനക്ക് ഇങ്ങനെ ഒരു പ്രതിഫലം തന്നത്? ഏ സഹോദരാ, നിന്റെ കുടുംബക്കാരൻ അവന്റെ ഭാര്യയും മക്കളുമായി നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലിരുന്നിട്ട് ആസ്വദിക്കുന്നത് കാണുമ്പോ നീ തന്നെ ചോദിക്കും, അബൂബക്കറെ എങ്ങനാടാ, എങ്ങനാ നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടിയത്? നിങ്ങൾ ദുനിയാവിലും ഒരുമിച്ചാണ്, നിങ്ങൾ സ്വർഗത്തിലും ഒരുമിച്ചാണ്, എങ്ങനെയാ അല്ലാഹു നിനക്ക് ഈ ഭാഗ്യം തന്നത് എന്ന് നാളെ സ്വർഗത്തിൽ വെച്ച് ഒരു കുടുംബത്തോട് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യൻ നാളെ അവന്റെ ഭാര്യയും അവന്റെ മക്കളെയും കയ്യും പിടിച്ചിട്ട് സ്വർഗത്തിലിരുന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കും, ഊഞ്ഞാലിനകത്തിരുന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കും. ചുറ്റുഭാഗത്ത് ഖിദ്മത്ത് ചെയ്യാൻ പെണ്ണുങ്ങൾ ഉണ്ടാകും, ചുറ്റുഭാഗത്ത് ഖിദ്മത്ത് ചെയ്യാൻ പെണ്ണുങ്ങൾ ഉണ്ടാകും. നീ സ്വർഗത്തിൽ ഇരുന്ന് ആസ്വദിക്കുമ്പോ മലക്കുകൾ പോലും നിന്നോട് പറയും അസ്സലാമു അലൈക്കും. നിന്റെ വിഷമം എന്താ? ഇപ്പൊ ഇവിടെ ഇറങ്ങി പോകുമ്പോ നിന്റെ കുടുംബക്കാരി പോലും നിന്നോട് സലാം പറയുന്നില്ല, നിന്റെ കുടുംബക്കാരി പോലും പറയുന്നില്ല, നിന്റെ കുടുംബക്കാരൻ പറയുന്നുണ്ടോ നീ ആരാന്നറിയോ? എന്നാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മലക്കുകൾ പറയും നിന്നോട് സലാം. അള്ളാന്റെ സ്വർഗത്തിൽ വെച്ച് മലക്കുകൾ പറയും, വരുന്നവരും പോകുന്നവനും എല്ലാം പറയും. എല്ലാരും ചോദിക്കും, എങ്ങനാ ഇവിടെ വന്നതെന്ന്. ഞാൻ സ്വർഗത്തിൽ പോയപ്പോ ഒരുമിച്ചല്ലേ പോണ്ടേ? സ്വർഗത്തിൽ പോകുമ്പോ ഒരുമിച്ചാ പോണ്ടേ? അല്ല, വിരുന്നിന് പോകുമ്പോ ഒറ്റയ്ക്കല്ല പോണ്ടേ, കുടുംബസമേതാ പോണ്ടേ. വിരുന്നിന് വരുമ്പോ നീ മാത്രം വന്നാ മതി എന്ന് ആരും വിളിക്കാറില്ല. അള്ളാഹ് പറയുന്നത് എല്ലാരും വിരുന്നിന് വരാനാ പറയണ, സ്വർഗത്തിലേക്ക് കുടുംബസമേതം പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കുടുംബസമേതം വേണം വിരുന്നിന് പോകാൻ. അള്ളാഹു വിരുന്നിന് വിളിക്കുന്നു. അള്ളാഹ് പറയാ വരാൻ, ചീത്ത വിളിക്കാതിരുന്നാ മതിയില്ലേ അല്ലേ? ഭർത്താവിന് എന്താ വിളിക്കുക? ഞാൻ കുടുംബം കലക്കാൻ വന്നതല്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. ഞാന് ഒരു വീട്ടിൽ പോയപ്പോ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു, എടാ ഇങ്ങെടുക്കടാ. ഇങ്ങനെ എടാ, ഭർത്താവിനെ എടാന്ന് വിളിക്കുന്ന പെണ്ണുങ്ങളില്ലേ? പ്രേമിച്ചല്ലേ കിട്ടിയത്, അതുകൊണ്ട് പിന്നെ എടാ വാടാ ആണല്ലോ അല്ലേ? പ്രേമിച്ച് കല്യാണം കഴിഞ്ഞല്ലോ, അവന് പിന്നെ ഒന്നും പറയാനില്ലല്ലോ, എടാ എടാ തന്നെ വിളിക്കാം. ചില പേര് വിളിക്കില്ലേ? പേര് വിളിക്കാറില്ലേ? ഭർത്താവിന്റെ പേര് വിളിക്കാറില്ലേ? ആ, വിളിക്കാറുണ്ടില്ലേ? ഉമ്മാനെ എന്താ വിളിക്കണേ? ആമിന ഉമ്മാന. നീയൊക്കെ നിന്റെ ഉമ്മാനെ വിളിക്കണ എന്താ? വാപ്പാടെ പേര് അബൂബക്കർ എന്നാ, നീ വാപ്പാന്നാണ് വിളിക്കണ, അബൂബക്കർ വാപ്പാന്നാ വിളിക്കണ. ആമിന ഉമ്മാനെ വിളിക്കണ. എന്താ ഉമ്മയുടെ പേര്? എന്റെ പേര് സിറാജ്. എന്റെ മോൻ എന്നെ കാണുമ്പോ സിറാജ് വാപ്പ, സിറാജ് വാപ്പാന്നാ വിളിക്കണ്ട. എന്റെ പെണ്ണുമ്പോൾ എന്നെ വിളിക്കേണ്ടത് സിറാജിക്ക, സിറാജിക്ക.
അള്ള കൊടുത്ത ചില സ്ഥാനമുണ്ട് കേട്ടാ, അത് മറന്നു പോകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ പേര് വിളിക്കാൻ ഞാൻ ഹറാമാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ അത് ബഹുമാനത്തിനൊരു പള്ളിയിലെ ഹത്തീബ് ആരാ ഹത്തീബ് ഉസ്താദ് അലി ഉസ്താദ് ഇമാമ് ഉസ്താദിനെ ഇമാമെ ഉസ്താദെ എന്ന് വിളിക്കണം. അലി ഉസ്താദ് അലി ഇമാമെ അലി ഇമാമ എന്ന് വിളിക്കുക. ഇവിടെ അള്ള കൊടുത്ത ചില സ്ഥാനമുണ്ട്. വാപ്പ ഉമ്മ വയസ്സിന് മൂത്തവര്, ഒരു നിന്റെ കുടുംബത്തിലെ ഏറ്റവും കാരണവനെ കാണുമ്പോ പേരാ വിളിക്കണേ. അത് അള്ള കൊടുത്ത ചില സ്ഥാനമുണ്ട്, അത് കൊടുക്കണം. ഭർത്താക്കന്മാരുടെ പേര് അതൊക്കെ പറയാതിരിക്കാൻ നല്ലത്. പണ്ടാരെ ലൈവ് ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല, കാരണം ഇതുങ്ങളൊന്നും പറയാൻ പറ്റത്തില്ലടോ. ഞാൻ പണ്ട് 8-9 കൊല്ലമായി പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പ്രസംഗിച്ചതാ. ഇപ്പൊ 29 കേസുണ്ട് എനിക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാവസ്ഥ നിങ്ങളൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. കേസ് ഏത് വഴിയില്ല ഇല്ലേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അത് പുതിയ ട്രെൻഡായി. ഇപ്പൊ അങ്ങനെ ഇപ്പൊ അതൊക്കെ തന്നെ പുതിയ ട്രെൻഡുകളാണല്ലോ പലതും അല്ലേ. കല്യാണം കഴിഞ്ഞാൽ പേര് മാറ്റിയില്ലേ നിങ്ങൾ അല്ലേ? ഇപ്പൊ പുതിയ ട്രെൻഡ് അനുസരിച്ച് കല്യാണം കഴിഞ്ഞാൽ പേര് മാറും. എന്റെ ഭാര്യയുടെ പേര് സുമയ്യ എന്നാ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പേര് മാറും. സുമയ്യ സിറാജ്. വെറൈറ്റി അല്ലേ? എല്ലാരും വെറൈറ്റിയാ. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ നിന്റെയൊക്കെ തല തിരിഞ്ഞു പോയി, പേര് മാറിപ്പോയി. ഇവിടെ നിങ്ങൾക്കറിയോ, ഒരാളുടെ പേരിന്റെ കൂടെ ഒരാളുടെ പേര് ചേർക്കാൻ അനുവാദമുള്ളൂ. ഒരാളുടെ പേരിന്റെ കൂടെ ഒറ്റ പേരെ ചേർക്കാൻ അനുവാദമുള്ളൂ. ആരുടെ പേരാ? നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പാടെ പേര്. ഉപ്പാടെ പേരല്ലാതെ വേറെ ആരുടെയും പേര് കൂടെ ചേർക്കാൻ അനുവാദമില്ല. ഫാത്തിമ ബീവിയുടെ പേര് ഫാത്തിമ അലി എന്നായിരുന്നില്ല. ആയിഷ ബീവിയുടെ പേര് ആയിഷ മുഹമ്മദ് എന്നായിരുന്നില്ല. അത് പഠിക്ക്. കാരണം വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം ഒരിക്കലും മുറിയൂല. നിന്റെ കെട്ടിയവൻ എപ്പോ വേണമെങ്കിലും നിന്നെ തേച്ചിട്ട് വേറെ പെണ്ണ് കെട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താ? നിന്നെ എപ്പോ വേണമെങ്കിലും ഓൻ ഒഴിവാക്കും, എന്നിട്ട് വേറെ പെണ്ണ് കെട്ടും. അപ്പൊ നീ ആധാർ തിരുത്തുവോ? എങ്ങനെ താത്ത തിരുത്തോ? നിന്റെ ഭർത്താവ് മരിച്ചുപോയി, നീ എന്ത് ആധാർ തിരുത്തുവോ? അതാ മനസ്സിലാക്കണ്ടേ. പേരുകൾ ചേർക്കുന്ന അങ്ങനെ പുതിയ ട്രെൻഡുകൾ കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നീ സ്വർഗത്തിൽ പോകുമ്പോ നിന്റെ ഭാര്യ ഉണ്ടാകണം, നിന്റെ മക്കൾ ഉണ്ടാകണം. പോകുമ്പോ കുടുംബ സമേതം പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എല്ലാരും ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ ഇവിടെ വന്നേന്ന്? നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കുടുംബസമേതം വന്നത് എന്ന് ചോദിക്കുമ്പോ അവരങ്ങോട്ട് മറുപടി പറയും. വരാനുള്ള കാരണം 4 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ 4 കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ കുടുംബസമേതം സ്വർഗത്തിൽ വന്നത്. ആ 4 കാര്യങ്ങൾ നമുക്കും പാലിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ബാങ്ക് വിളിക്കാൻ സമയമായി. ഇല്ലേ അലീസ? ഇപ്പൊ വിളിക്കൂലേ? 10 മിനിറ്റ് 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഈ 5 മിനിറ്റ് കൊണ്ട് 4 എണ്ണം പറയാൻ പറ്റൂല. ഇപ്പൊ വാങ്ക് വിളിക്കും. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യം കേൾക്കണമെങ്കിൽ ഒരു ദിവസം വഴുത വെക്കണം, എങ്കിലേ കേൾക്കാൻ പറ്റും. ഒരു ദിവസം വഴുത വെച്ചാൽ ഈ 4 കാര്യം ഞാൻ പറഞ്ഞു തരാം. അതിപ്പോ സമയമില്ല. ഇൻഷാ അല്ലാഹ് എവിടെങ്കിലും വന്ന് വഴുത കേൾക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. പരസ്പരം സ്നേഹമുണ്ടായാൽ മതി. ഭാര്യയും ഭർത്താവും നമ്മൾ വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് 2 മാസം ഹണിമൂൺ ആഘോഷം സ്നേഹം, ഓ എന്താ പടച്ചവനെ, ബൈക്കൊക്കെ വെച്ചിട്ട് റോഡിലൂടെ എങ്ങനെ കൊണ്ടുപോകും ഭാര്യയെ. അതൊന്നുമല്ലടോ. മരിക്കുന്ന ദിവസം വരെ സ്നേഹമുണ്ടാകണം. മരിക്കുന്ന ദിവസം വരെ സ്നേഹമുണ്ടാകണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അതാ. ഇൻഷാ അല്ലാഹ് അങ്ങനെ അള്ളാഹു അങ്ങനെയുള്ള ഒരു സ്നേഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഭാര്യയും ഭർത്താവ് എങ്ങനെയാകണമെന്നറിയോ? നിങ്ങളെ കണ്ടാ നിങ്ങളുടെ മക്കൾ വളരുന്നത് നിങ്ങളെ കണ്ടിട്ടാ വളരുന്നത്, അല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല. ഉപ്പാടെ സ്വഭാവം ഉമ്മയുടെ സ്വഭാവം മക്കൾക്കുണ്ടാകും, അത് കണ്ടിട്ടാ വളരുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്ങനെയാണ് ഈ സ്നേഹം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്താ. ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നിങ്ങൾ മനസ്സിലാക്കും. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുക. ഞാൻ ഒറ്റ ഒരു ചരിത്രം പറയാം. ഒറ്റ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറയാം. മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. നബി തങ്ങൾക്ക് എന്നാൽ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ.
അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം ഖദീജാനെയാണ്. ഖദീജ ബീവി മരണപ്പെട്ടു, എന്നാലും നബിതങ്ങൾ എപ്പോഴും പറയും എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ. ഒരു ഭാര്യയോടും മറ്റൊരു ഭാര്യയെ കുറിച്ച് പറഞ്ഞാൽ ഓക്കൊട്ടും ഇഷ്ടപ്പെടില്ല. അപ്പൊ നബിതങ്ങൾ എപ്പോഴും മറ്റുള്ളവരോട് പറയും, മറ്റു ഭാര്യമാരെന്തെങ്കിലും ചെയ്യുമ്പോ പറയും എന്റെ ഖദീജ അങ്ങനല്ലട്ടാ, ആയിഷ നിന്നെ പോലെയല്ല എന്റെ ഖദീജ. മറ്റുള്ള ഭാര്യമാരോട് മുഴുവനും നബിതങ്ങൾ ഖദീജയെ കുറിച്ച് മദ്ഹ് പറയും. സ്നേഹമെന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത ആ ഭക്ഷണം നേരെ ഖദീജയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊടുത്തു വിടും. അതാ സ്നേഹം. മാപ്പായും ഉമ്മായും മരിച്ചുപോയ മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമ എന്താണെന്ന് നബിതങ്ങളോട് ചോദിച്ചപ്പോ ദുആ ചെയ്യലും സദഖ കൊടുക്കലും ആണ്ട് നടത്തലും മാത്രമല്ല സ്നേഹം. വാപ്പയോടും മരിച്ചുപോയ ഉപ്പയോടും ഉമ്മയോടുമുള്ള കടമകളെ കുറിച്ച് ചോദിച്ചപ്പോ വർഷാവർഷം ആണ്ട് നടത്തുന്നുണ്ട്, സദഖ കൊടുക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല കടമ. വാപ്പയുടെ കൂട്ടുകാർ, വാപ്പയുടെ കുടുംബക്കാരെ നീ സ്നേഹിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ വാപ്പാടെ കുടുംബക്കാരെ നീ സന്ദർശിക്കണം, നീ അവരെ സ്നേഹിക്കണം. ഉമ്മയുടെ കുടുംബക്കാർ, ഉമ്മയുടെ കൂട്ടുകാർ, അവരെ പോലും നമ്മൾ സ്നേഹിക്കണമെന്നാണ്. അപ്പൊ അത് അവരോടുള്ള കടമകളിൽപ്പെട്ടതാ. അപ്പൊ ഖദീജ ബീവി മരിച്ചതിന് ശേഷവും നബിതങ്ങൾക്ക് ഖദീജ എന്ന് പറഞ്ഞ 1000 നാവ. ഒരു നല്ല ഭക്ഷണം കിട്ടിയാൽ പോലും ഖദീജ ബീവിയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊടുത്തു വിടും, ഖദീജാനെ ഓർമ്മ വരുമ്പോ. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരിക്കൽ നബിതങ്ങൾ എപ്പോഴും ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആലയ്ക്ക് ദേഷ്യം വന്നു. നബിതങ്ങളോട് ചോദിച്ചു, ഈ കിളവിയല്ലാതെ വേറെ ഭാര്യയൊന്നുമില്ലേ? ഈ കിളവിയോടല്ലാതെ, കാരണം ഖദീജ ബീവിക്ക് പ്രായമായി, ചോദിക്കുന്നു വേറെ ഭാര്യയൊന്നുമില്ല, ഓളോട് മാത്രം ഇത്ര സ്നേഹം തേന്ന്. തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോൾ നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞടോ. നബിതങ്ങൾ കരഞ്ഞു. ആയിഷ ബീവി അത് വിളിച്ചപ്പോൾ നബിതങ്ങൾ കരഞ്ഞു. അടിക്കുകയോ വഴക്കുണ്ടാക്കുകയൊന്നും ചെയ്തില്ല. നബിതങ്ങൾ അപ്പോഴും പറഞ്ഞു, നീയൊന്നും എന്റെ ഖദീജാനെ പോലെ ആകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായത്? ഈ സസിലിക്കത് ഞാൻ ചോദിക്കട്ടെ, ഏതാത്ത നീ മരിച്ചെന്ന് കരുതുക, അല്ലാഹു നിനക്ക് നല്ല മരണം തരുമാറാകട്ടെ. ആണുങ്ങൾ ആമീൻ പറഞ്ഞു, നീ ആമീൻ പറഞ്ഞില്ല. അള്ളാഹു നിങ്ങൾക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഇപ്പൊ നീ പറയുന്നു നിന്റെ ഇക്കാന് നിന്റെ ജീവനാണ്, നീ ഇല്ലാതെ നിന്റെ ഇക്ക ഉറങ്ങൂല എന്നല്ലേ പറയണേ. നിന്നെ അത്ര ഇഷ്ടമാണെന്ന് പറയുന്നു. നീ മരിച്ചു പോയെന്ന് കരുതുക. നീ മരിച്ചു, 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 17 കഴിഞ്ഞു, 21 കഴിഞ്ഞു, 10-20 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് നിന്റെ ഭർത്താവിന്റെ അടുക്ക ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, അളിയാ പോയതൊക്കെ പോയി, അത് അള്ളാഹുടെ തീരുമാനം, അത് മരിച്ചുപോയി, അള്ളാഹ് സ്വർഗം കൊടുക്കട്ടെ. പക്ഷെ നീ ഇങ്ങനെ നടന്നാ മതിയോ? ഒരു കല്യാണം കഴിക്കണ്ടേ? നീ മരിച്ച 40 പോലും ആയില്ല. അപ്പോഴാ ഒരാൾ നിന്റെ ഭർത്താവിനോട് ചോദിക്കുന്നു, നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ? ഒരു ആലോചിക്കട്ടെ. നിന്റെ ഇക്ക പറയണ മറുപടി എന്താ? നീ പറ. നിന്റെ ഭർത്താവ് പറയണ മറുപടി എന്താ? അധികം പേരും പറയുന്ന മറുപടി 40 കഴിയട്ടെ അളിയാ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പറയും. 40 കഴിയട്ടെ, അതിനു മുമ്പ് കിട്ടിയ നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാലോ. ഒരു 40 ദിവസം ക്ഷമിക്കാനാ പറയുന്നത്. അതിനുള്ള മനസ്സ് പോലും പലർക്കും ഇല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി നേരെ നിങ്ങൾ ചിന്തിക്ക്, നീ മരിച്ചുപോയി, നിന്റെ ഭാര്യ 4 മാസവും 10 ദിവസവും ഇരിക്കണം. ഇരിക്കോ? അതൊക്കെ പണ്ടായിരുന്നടാ, ഇപ്പൊ യുദ്ധമൊന്നും ഇല്ല. അതൊക്കെ പ്രായമുള്ളവർക്ക്, ചെറുപ്പക്കാർക്ക് യുദ്ധമുണ്ടോ? ഇവിടെ 4 മാസവും 10 ദിവസം 40 വരെ തട്ടിയും മുട്ടിയിരിക്കും. പിന്നെ ഹാളിലോട്ട് ഇറങ്ങും, പിന്നെ പുറത്തോട്ട് ഇറങ്ങും. പിന്നെ എന്ത്? എനിക്ക് ഉദാഹരണം പറയുന്നത്, ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോ. ഒരു സഹോദരി ഒരിക്കൽ വാട്സപ്പിൽ ഉസ്താദ് മെസ്സേജ് ഇട്ടു, ഉസ്താദിനോട് ഒരു സംശയം ചോദിക്കണം. വാട്സപ്പിൽ ചോദിച്ചാ കുറെ വർഷങ്ങളായി. ഒരു സഹോദരി ചോദിച്ചു, ഉസ്താദ് ഒരു മസാല ചോദിക്കണം, ഞാൻ ഇരിക്കുകയാണ്, ഞാനൊന്ന് കോള് വിളിച്ചോട്ടെ. ഇരിക്കുന്ന പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞ് മെസ്സേജ് ഇട്ടാ മതി. ആ സഹോദരി മെസ്സേജ് ഇട്ടത്, ഉസ്താദ് ഞാൻ ഇരിക്കുക, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, ഞാൻ മറ്റൊരു കല്യാണത്തിന് പത്രത്തിൽ പരസ്യം കൊടുത്തു. ബഹ്റൈനിൽ നിന്ന് ലീവിന് വന്ന ഒരാള് എന്നെ പെണ്ണ് കാണാൻ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പെണ്ണ് കാണാൻ പറ്റുമോ എന്നാ ചോദിച്ചേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എപ്പോ ഇരിക്കുന്ന സമയത്ത് അവള് പത്രത്തിൽ പരസ്യം കൊടുത്തു അടുത്ത കല്യാണത്തിന്.
അപ്പോഴാണ് ഗൾഫിൽ നിന്ന് ലീവിന് വന്ന ഒരാൾ കാണാൻ അനുവാദം ചോദിക്കുന്നത്. ഞാൻ ആ സഹോദരിയോട് വെച്ച് നീ എന്തിനാ ഇത് ഇരിക്കണേന്ന് ചോദിച്ചു. ഇരിക്കണ്ടെന്ന് പറഞ്ഞ കാരണം ഇതിനേക്കാളും നല്ലതിരിക്കാതിരിക്കല. ഇതുപോലെയാണ് ഇന്നത്തെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. സ്നേഹമില്ല. മക്കള് നോക്കുമ്പോ വാപ്പായും ഉമ്മായും കീരിയും പാമ്പിനെ പോലെ തല്ലുന്നു, ചീത്ത വിളിക്കുന്നു. ഇത് കണ്ടിട്ടാ മക്കള് വളരുന്നേ. വാപ്പയ്ക്ക് മക്കളോട് സംസാരിക്കാൻ സമയമില്ല. ഉമ്മ കടിച്ചു കീറുകയാ മക്കളോട്. ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കുന്നത് മക്കളോടാ. അമ്മായിയമ്മയോടുള്ള ദേഷ്യം തീർക്കുന്നത് മക്കളോടാ. ഇത് കണ്ട് ആ ഒരു പീഡനത്തിലാ മക്കൾ വളരുന്നത്. എന്നാ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണമെന്ന് ഒറ്റ ഒരു ചരിത്രം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു എത്ര മണി വരെ പോകും? ഇൻഷാ അല്ലാഹ് 1 മണി വരെ. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി. ഇന്നലെ ഉറങ്ങാതെ എനിക്കിന്ന് വയനാടാ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വയനാട് പോകാൻ. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ് സ്വല്ലല്ലാഹു ഇൻഷാ അല്ലാഹ് 1 മണിക്ക് നമുക്ക് ദുആ ചെയ്തു പിരിയാം. ഇരിക്കല്ലേ? നിങ്ങൾ എന്തേപ്പോ ഒരു ചൊടിയുള്ളത് പോലെ ഇരിക്കല്ലേ? പിരിവൊന്നുമില്ലല്ലോ. സാധാരണ പോകുമ്പോ പിരിവിനെ കുറിച്ചാണ് പറയും. ഇന്ന് പിന്നെ പിരിവില്ലാത്തതുകൊണ്ട് സമാനമുണ്ട്. ഞാൻ ഇരുന്നോട്ടെ. നിങ്ങളെന്താ ചിരിച്ചേ? എല്ലാരും പിരിവിന്റെ കാര്യം പറഞ്ഞപ്പോ എന്നെ നോക്കി ചിരിക്കുന്നു. ഞാൻ എന്ത് പിരിക്കാനാടോ? ഈ റോഡിൽ കൂടെ പോകുമ്പോ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീൻ കണ്ടിട്ടുണ്ടോ? ഓനെടുക്ക പോയിട്ട് ഒരു ഗ്ലാസ് കരിമ്പ് വേണം, ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ ഓന് 3 കരിമ്പെടുത്തിട്ട് അതിനകത്തോട്ട് കയറ്റും. അടിച്ചെടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ഓൻ അടിച്ചെടുക്കും. എന്നിട്ട് അവസാനം ഇതെല്ലാം കൂടെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കും. നമ്മൾ വിചാരിക്കും കളയാനാണെന്ന്. അല്ല, അതങ്ങോട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുട്ടി മടക്കി 3-4 കഷ്ണമാക്കിയിട്ട് 1 ഇഞ്ചി കഷ്ണം എടുക്കും, 1 നാരങ്ങായും എടുക്കും. അതിനിടയിൽ കയറ്റി വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ മെഷീനിൽ കയറ്റി അടിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിരിവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിക്കൽ. 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബിതങ്ങൾ വിവാഹം കഴിച്ചു. 40 വയസ്സുള്ള ഖദീജ ബീവിക്ക് നബിതങ്ങളുടെ പ്രായം 25. പ്രേമിച്ച് കെട്ടിയതൊന്നുമല്ല കേട്ടാ, നാട്ടുകാരെ പിടിച്ച് കെട്ടിച്ചതൊന്നുമല്ല. അപ്പൊ 25 വയസ്സുകാരനായ നബിതങ്ങൾ ഖദീജ ബീവിയെ വിവാഹം കഴിച്ച് എത്ര വയസ്സിന്റെ വ്യത്യാസം? 15 വയസ്സിന്റെ വ്യത്യാസം. 15 വയസ്സിന്റെ വ്യത്യാസമുണ്ട് രണ്ടുപേരും തമ്മിൽ. ഇവർ രണ്ടുപേരും 25 വർഷമാണ് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചത്. ഖദീജ ബീവി റളിയല്ലാഹു തആലയ്ക്ക് 65 വയസ്സായി. വൃദ്ധയാണ്. 65 വയസ്സുള്ള ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ കാണാം. ഖദീജ ബീവിക്ക് 65 വയസ്സായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചു ഒരുങ്ങി നല്ല വസ്ത്രവും ധരിച്ച് വാതിലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് ഭാര്യ. നബിതങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ 65 വയസ്സുള്ള ഭാര്യ നബിതങ്ങളെ സ്വീകരിച്ചു, സലാം പറഞ്ഞു, സന്തോഷത്തോടെ സ്വീകരിച്ചു. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു നബിതങ്ങളുടെ മുമ്പിൽ. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. നബിതങ്ങളും ഖദീജ ബീവിയും ആ ഭക്ഷണത്തിന്റെ അടുക്കൽ വന്നിരുന്നു. രണ്ടുപേരും ഇങ്ങനെ ഇരുന്നു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നബിതങ്ങൾ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എനിക്ക് അല്പം ഭക്ഷണം വാരിത്തരുമോ നബിയെ? ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു. എത്രാമത്തെ വയസ്സില്? 22ാമത്തെ വയസ്സിലല്ല, 65 വയസ്സുള്ള ഖദീജ ബീവി നബിതങ്ങളോട് ചോദിച്ചു, എനിക്ക് ഭക്ഷണം വാരി തരുമോ? പിന്നെന്തേ ഖദീജ? നബിതങ്ങൾ വാരിക്കൊടുത്തു. ഖദീജ ബീവി ചോദിച്ചു, ഞാൻ വാരിത്തരട്ടെ? വാരിത്ത. ഇതാണ് ഭാര്യയും ഭർത്താവും. നിന്റെ ഇക്ക നിനക്ക് അല്പം ഭക്ഷണം വാരി തന്നിട്ട് എത്ര കാലമായി എന്ന് നിങ്ങൾ ചിന്തിക്കുക.
നിങ്ങൾ ചിന്തിക്കും. ഈ അടുത്ത കാലത്തെങ്ങാനും ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള പെണ്ണുങ്ങളൊന്ന് കൈവക്കി. ഒരു 10 പേര് കൈവക്കി. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവതികളാണെന്നറിയോ? ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഭാര്യയുടെ കയ്യിൽ നിന്ന് ഭാര്യ ഭക്ഷണം വാരി തന്ന് കഴിച്ച ഭർത്താക്കന്മാരാരെങ്കിലും ഇവിടെ ഉണ്ടോ? പ്രായമായ 3-4 എണ്ണം പൊക്കി, അത്രയേ ഉള്ളൂ. ഖദീജ ബീവി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. നബിതങ്ങൾ ഖദീജ ബീവിക്ക് കൊടുത്തു. എത്രാമത്തെ വയസ്സിൽ? 65-ാമത്തെ വയസ്സിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഖദീജ ബീവി ചോദിച്ചു, നബിയെ, ഞാൻ നിങ്ങളുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ? 65 വയസ്സുള്ളപ്പോഴാണ് ചോദിക്കണേ. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭാര്യ ഒരു റൂമിൽ, ഭർത്താവ് ഒരു റൂമിൽ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോലും ഇപ്പൊ കിടക്കൂല. കാരണം കിടന്നിട്ട് എന്തായില്ലേ, അങ്ങനെ പ്രായമായില്ലേ. ഉമ്മാനെ വിളിക്കണോ, വാടി കിടന്നുറങ്ങാ, മക്കളുണ്ട് പോ, ഇല്ല, ഇങ്ങനെ അറിയാം. ഖദീജ ബീവിയുടെ മടി, ഖദീജ ബീവി നബിതങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്നു. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കിടക്കുമ്പോ ഖദീജ ബീവി നബിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുക. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, നീ എന്തേ ഖദീജ എന്നെ ഇങ്ങനെ നോക്കണേ? എന്തിനാ നീ എന്നെ ഇങ്ങനെ നോക്കണേ? ഖദീജയുടെ മറുപടി, നിങ്ങൾക്ക് എന്തൊരു ഗ്ലാമറാ നബിയെ, നിങ്ങൾക്ക് എന്തൊരു സൗന്ദര്യമാ. അള്ളാന്റെ റസൂല് വിട്ടുകൊടുത്തില്ല. ഖദീജ ബീവിയോട് ചോദിച്ചു, 25 കൊല്ലമായില്ലേടി എന്നെ കാണാൻ തുടങ്ങിയിട്ട്, ഇന്നത്തെ ഒരു പ്രത്യേകത. അങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് 25 വർഷമായി. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഇന്ന് എന്തു പറ്റി ഖദീജ, പൊരുത്തമൊക്കെ ചോദിക്കുന്നത് എന്നോട് പൊരുത്തമൊക്കെ ചോദിക്കുന്നല്ലേ, എന്താ പ്രത്യേകത? ഖദീജ ബീവി പറഞ്ഞ മറുപടി, നബിയെ, ഞാൻ പോവാ നബിയെ, എന്റെ മരണമെടുത്തു നബിയെ, എന്റെ മരണമെടുത്തു, ഞാൻ നിങ്ങളിൽ നിന്ന് വിട പറയാൻ പോവുകയാ, എനിക്ക് പൊരുത്തം തരണേ എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ കൈയെടുത്തിട്ട് ഖദീജയുടെ വാ പൊത്തിപ്പിടിച്ചു. പറയില്ലേ ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്, കാരണം ഖദീജ ആരെന്നറിയോ? 25 വർഷം നബിതങ്ങളുടെ കൂടെ ജീവിച്ചവളാ ഖദീജ. നബിയേക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ആ ഖദീജയ്ക്ക് അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുന്നത് ഒരു കൊട്ടാരം കൊടുക്കും, ഒരു മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം. ഒരു പെണ്ണിനും ലോകത്തത് കിട്ടൂല. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലം. എന്തിനെന്നറിയോ? 25 വർഷക്കാലം അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഖദീജ ബീബി നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് 40-ാമത്തെ വയസ്സിലാണ് നുബൂവത്ത് കിട്ടുന്നത്. 25-ാമത്തെ വയസ്സിലാണ് ഖദീജയെ വിവാഹം കഴിക്കുന്നത്. പടച്ചവനെ, പ്രവാചകനായിട്ടില്ല, പിന്നീടാണ് പ്രവാചകനായത്. ആ 25 വർഷക്കാലം നബിതങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ആ 15 വയസ്സ് കൂടുതലുള്ള ഖദീജ ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ട് സംസാരിച്ചിട്ടില്ല. പടച്ചവനെ, ഇതാണ് ഭാര്യ, പെങ്ങളെ. ആ ഖദീജയാണ് നബിതങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നത്, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, മരണമെടുത്തു നബിയേ, പോകാ സമയമായി നബിയേ, എനിക്ക് പൊരുത്തം തരണേ നബിയേ. ഖദീജ
പരാതിയില്ല ഖദീജ, പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. നബി തങ്ങൾ കരയുകയാണ്. ഭാര്യ യാത്ര പറയുമ്പോ, ഭാര്യ പിരിയാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാണ്. അതാ പറഞ്ഞു ഖദീജ എനിക്ക് പൊരുത്തമാ. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേൽക്കുകയാണ്. നബി തങ്ങളെ കെട്ടിപ്പിടിച്ചു. ഉമ്മാ, നബി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ ഭർത്താവിന്റെ പൊരുത്തം എനിക്ക് ലഭിച്ചല്ലോ, കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുക്കുകയാണ്. 65 വയസ്സുകാരി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാ. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ പോകുകയാണ്, നബിയേ പോകുകയാണ്, നബിയേ പിരിയുകയാണ്, നബിയേ എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഖദീജ, നിന്റെ ആഗ്രഹം എന്തേ ഖദീജ? ഖദീജ ബീവിയുടെ മറുപടി എന്തെന്നറിയോ? തന്റെ ഭർത്താവിനോട് 65ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന്റെ അന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ, എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. എന്തേ ഖദീജ, എന്തേ ഖദീജ, ഒരു പെണ്ണു പോലും എന്റെ ശരീരം കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല നബിയേ. നിങ്ങൾ കണ്ട ശരീരമാണ് ഇത്, നിങ്ങൾ കണ്ട ശരീരമാണ്. നിങ്ങൾ കണ്ടത് എന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ എന്തായാലും പെണ്ണുങ്ങൾ എന്റെ ശരീരം കാണും. എനിക്കിഷ്ടമല്ല നബിയേ, എനിക്കിഷ്ടമല്ല നബിയേ. നിങ്ങൾ മതി എന്നെ കുളിപ്പിക്കാൻ, നിങ്ങൾ എന്നെ കുളിപ്പിച്ചാ മതി. റസൂലുള്ള മിണ്ടുന്നില്ല. ഖദീജ കരയുകയാ. സമ്മതിക്ക് നബിയേ, സമ്മതിക്ക് നബിയേ, നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് സമ്മതിച്ചടോ? 65 വയസ്സുകാരിയുടെ 1ാമത്തെ ആഗ്രഹമാണ്. 2ാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ വരെ ഞാൻ ഖബറിനകത്ത് കടക്കണം നബിയേ. നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ, നിങ്ങളില്ലാതെ എനിക്ക് ഉറക്കമില്ല, നിങ്ങളില്ലാതെ എനിക്ക് സമാധാനമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഖബറിനകത്ത് ഖിയാമത്ത് നാൾ വരെ ഒറ്റയ്ക്ക് കിടക്കുന്നത്? എനിക്ക് കഴിയില്ല യാ റസൂലല്ലാഹ്. അതുകൊണ്ട് എന്റെ കഫം പൊതിയുമ്പോ, എന്റെ ജനാസ കഫം പൊതിയുമ്പോ ഈ ചുമലിൽ കിടക്കുന്ന ഷാളുണ്ടല്ലോ, അങ്ങയുടെ സുഗന്ധമുള്ള ഷാളുണ്ടല്ലോ, ഈ ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. ഒരു സമാധാനത്തിന്, ഒരു കൂട്ടിന് ഖബറിനകത്ത് കിടക്കുമ്പോഴും അങ്ങയുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ. ഈ ഷാളെന്റെ കഫം തുണിക്കകത്ത് വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് സമ്മതിക്കുകയാണ്. 3ാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്റെ വീടിനകത്തിറങ്ങണേ നബിയേ, എന്റെ ഖബറിനകത്തിറങ്ങണം നബിയേ. നിങ്ങൾ വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ. നിങ്ങളെ എന്റെ ശരീരത്തു തൊടാവൂ, നിങ്ങളെ എന്റെ ശരീരത്തു തൊടാവൂ. നിങ്ങൾ വേണം എന്റെ മയ്യത്തിറക്കി വെക്കാൻ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൈ കൊണ്ട് വേണം മണ്ണ് വാരി വെക്കാൻ, അങ്ങയുടെ കൈ കൊണ്ട് വേണം മണ്ണ് വാരി വെക്കാൻ. റസൂലുള്ളാഹി തങ്ങളെ സമ്മതിക്കുകയാണ്. ഖദീജ യാത്ര പറയുകയാണ്. ലോകത്തോട് വിട പറഞ്ഞു പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂലാണ് മയ്യത്ത് കുളിപ്പിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് ഖദീജ ബീവിയെ കുളിപ്പിക്കുന്നത്. ലോകത്ത് വേറെ ഒരു പെണ്ണിനും അങ്ങനെ ഒരു ഭാഗ്യമില്ല. നബി തങ്ങളുടെ മറ്റു ഭാര്യമാർക്കും ഭാഗ്യമില്ല. നബി തങ്ങളെ തന്നെ കുളിപ്പിച്ചു ഖദീജയെ. കണ്ണ് നിറയുകയാണ്, കണ്ണ് നിറയുകയാണ്. പടച്ച റബ്ബേ, അവിടുത്തെ ജനാസ കുളിപ്പിച്ചു കഴിഞ്ഞു. കഫം പൊതിയാ സമയമായപ്പോ
ചുമലിൽ കിടന്ന ഷാളെടുത്തിട്ട് നിബിതങ്ങൾ ചുംബിക്കുകയാണ്. തന്റെ ഖദീജയ്ക്ക് കൊടുക്കാൻ അവിടുന്ന് ചുടുചുംബനം കൊടുത്ത് കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. പടച്ച റബ്ബേ, നിബിതങ്ങൾ ഖബറിനകത്തിറങ്ങി ഖദീജ ബീവിയുടെ ജനാസ താങ്ങി വെച്ചു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് നിബിതങ്ങൾ തന്നെയാണ് മണ്ണ് വാരി വെച്ചത്. ഖദീജ ബീവിയുടെ കഫം തുണി നനയുകയാണ്. നിബിതങ്ങളുടെ കണ്ണുനീര് വീണിട്ടു. നിങ്ങളെ ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്, ഇതിനാണ് കുടുംബജീവിതമെന്ന് പറയുന്നത്, ഇതിനാണ് കുടുംബജീവിതമെന്ന് പറയുന്നത്. ഈ ഖദീജാന നിബിതങ്ങൾ മരിക്കുന്നത് കാലം വരെ മറന്നില്ല. ഈ ഖദീജയുടെ മകളാണ് മഹ്ദിയായ ഫാത്തിമ. ഈ ഖദീജയുടെ മകളാ, ഈ ഖദീജയുടെ മകളാണ് ഫാത്തിമ. അല്ലാഹുവേ, ഖദീജ ബീവി വഫാത്താകുമ്പോ ഫാത്തിമാന് 15-16 വയസ്സേ ഉള്ളൂ. ഒരു ഉമ്മ വേണ്ട സമയം 10-14 വയസ്സ് കഴിഞ്ഞു. 15-16 വയസ്സുണ്ട്. ഖദീജ ബീവിക്ക് വഫാത്താകുമ്പോ ഫാത്തിമയുടെ പ്രായമാണ്. ഈ മകളെയാണ് വാപ്പയുടെ കയ്യിൽ കൊടുത്തിട്ട് ഖദീജ പോകുന്നത്. അല്ലാഹുവേ, ഫാത്തിമ ഇത് കാണുകയാ, ഫാത്തിമ ഇത് കാണുകയാ. ഉമ്മ മരിക്കുന്ന രംഗമാണ് പറയുന്നത്. പിന്നെ വാപ്പയുടെ മരണവും ഫാത്തിമ കണ്ടടോ. ഫാത്തിമ വാപ്പ മരിക്കുമ്പോഴും അവിടെ തന്നെയുണ്ട്. കാണുന്ന രംഗം എങ്ങനെയെന്നറിയോ? വാപ്പയതാ ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുന്നുണ്ട്. അവസാനം നിബിതങ്ങൾ പറഞ്ഞു, ആയിഷ, ആയിഷ, നിബിതങ്ങൾക്ക് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി. അതാ പടച്ചവനെ അറാക്കിൽ നോക്കി, ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി. ആയിഷയ്ക്ക് മനസ്സിലായി നിബിതങ്ങൾക്ക് പല്ല് തേക്കണമെന്ന്. അറാക്ക് വാങ്ങിച്ചിട്ട് നിബിതങ്ങളുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോ റസൂലുള്ളാഹിക്ക് ചവയ്ക്കാൻ കഴിയുന്നില്ല. അവസാനം ആയിഷ ബീവി തന്റെ പല്ല് കൊണ്ട് ചവയ്ക്കുകയാണ്. തന്റെ ഉമ്മനീരാ മിസ്വാക്കിനകത്തു പറ്റി തന്റെ ഭർത്താവിനെ നെഞ്ചത്തു പിടിച്ച് കിടത്തിയിട്ട് ആയിഷ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിന്റെ പല്ല് തേച്ചു കൊടുത്തടോ. നിബിതങ്ങൾ തുപ്പിക്കളഞ്ഞില്ല. ആയിഷ ബീവിയുടെ ഉമ്മനീര് വരെ നിബിതങ്ങൾ കുടിച്ചിറക്കുകയാണ്. വാപ്പയുടെ വഫാത്തും കൊണ്ട് ഈ ഉപ്പാടെ മകളാണ് ഫാത്തിമ, ഖദീജയുടെ മകളാണ് ഫാത്തിമ. ഈ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 29 കൊല്ലമേ ജീവിച്ചുള്ള ഉമ്മ. 25ാമത്തെ വയസ്സിലാണ്, 29 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. അതാ ഫാത്തിമ ബീബി മരിക്കുന്നതിന്റെ അന്ന് കുളിച്ച് റെഡിയാവുകയാണ്. ഉമ്മ നിന്നതുപോലെ, ഉമ്മ നിന്നതുപോലെ കുളിച്ച് റെഡിയായി ഒരുങ്ങി നിൽക്കുകയാണ്. അലിയാരെന്ന ഭർത്താവ് കടന്നു വന്നു. അലിയാരെന്ന ഭർത്താവ് കടന്നു വന്നു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ഭർത്താവിന്റെ ചാരത്ത് പോയിരുന്നു. എന്നിട്ട് പറഞ്ഞു, അലിയേ, പൊരുത്തം തരണ അലിയേ, പൊരുത്തം തരണ അലിയേ. പോവുകയാണ് അലിയേ. തന്റെ ഭർത്താവിനോട് യാത്ര പറയുകയാ, തന്റെ ഭർത്താവിനോട് യാത്ര പറയുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഉമ്മ പറഞ്ഞതുപോലെ ഭർത്താവിനോട് പറഞ്ഞു, അലിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ടലിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ടലിയേ. 3 ആഗ്രഹത്തിൽ ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? ഞാൻ മരിച്ചാ എന്നെ പകല് കബറടക്കരുത്, രാത്രിയിൽ വേണം കബറടക്കാൻ, രാത്രിയിൽ വേണം കബറടക്കാൻ. എന്തേ ഫാത്തിമ, പകല് കബറടക്കിയാൽ എന്തേ ഫാത്തിമ? അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാണ് അലിയേ. എന്റെ
ജനാസ കഫം പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോ പകലാണെങ്കിൽ എന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരാൾ എന്റെ ശരീരം കാണരുത്, എന്റെ ശരീരത്തിന്റെ വടിവ് കാണരുത്. എനിക്കിഷ്ടമല്ല അലിയേ. ഭർത്താവിനോട് പറഞ്ഞ ഭാര്യയാണ് മഹദിയായ ഫാത്തിമ. ആരെ കണ്ട് വളർന്ന മകളാ? അമ്മയായ ഖദീജ ബീവിയെ കണ്ടാ വളർന്നത്, ഉപ്പയായ നബി തങ്ങളെ കണ്ടാണ് വളർന്നത്. അതുകൊണ്ടാണ് ഫാത്തിമയും അങ്ങനെയായി, ഫാത്തിമയും അങ്ങനെയായി. എന്റെ പെങ്ങളെ ജീവിതമെന്ന് പറഞ്ഞാൽ ഇതാ. അതുകൊണ്ട് സ്നേഹിക്കണേ, പരസ്പരം തമ്മിലടിക്കരുത്, പരസ്പരം വഞ്ചിക്കരുത്, പരസ്പരം കളിയാക്കരുത്, പരസ്പരം ആദരിക്കാൻ പഠിക്കൂ, ബഹുമാനിക്കാൻ പഠിക്കൂ. അല്ലാഹു തന്ന ജീവിതം എരിഞ്ഞു തീർക്കരുത്, അല്ലാഹു തന്ന ജീവിതം അഭിനയിച്ചു തീർക്കരുത്. സ്നേഹിക്കടോ, സന്തോഷത്തോടെ കഴിയടോ. അതുകൊണ്ട് ഈ മഹല്ല സംഗമത്തിൽ പങ്കെടുത്തവരോട് പറയുകയാ, നിങ്ങൾ ഇവിടെ നിന്ന് പിരിയുമ്പോ എല്ലാവരോടും സലാം പറയണേ. പെങ്ങളെ മുസാഫഹത്ത് ചെയ്യണേ മോളെ, ഒന്ന് കെട്ടിപ്പിടിക്കണേ. നിന്റെ കുടുംബത്തിലെ പ്രായമുള്ള ഉമ്മമാര് അവരെ നീ ഒന്ന് കെട്ടിപ്പിടിക്കൂ, അവരോടൊന്ന് സലാം പറയൂ. ആ പ്രായമുള്ളവർക്കൊരു ചുംബനം കൊടുക്കൂ. നിന്റെ മനസ്സ് തുറക്കു പെങ്ങളെ. വാശിയും വൈരാഗ്യവും എല്ലാം നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറട്ടെ. കുടുംബക്കാരോട് സ്നേഹമുണ്ടാകട്ടെ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാണ്, കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യാതെ ഒരൊറ്റ മനുഷ്യനും ഇവിടെ നിന്ന് പിരിയാൻ പാടില്ല. ബന്ധങ്ങളാണ് വേണ്ടത്. റബ്ബേ, മഹല്ലിലെ സംഗമമാണ്, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പടച്ചവനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിക്കൂ. എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ പിരിയൂ. ഈ ബന്ധങ്ങളെ നിലനിർത്താൻ നോക്കൂ. മാസത്തിലൊരിക്കലെങ്കിലും നിന്റെ മക്കളെ വിളിച്ചുകൊണ്ട് ഉപ്പാടെ വീട്ടിലൊന്ന് പോകണേ. ഉപ്പാന്റെ കൂടപ്പറപ്പുകളെ കാണണേ, ഉമ്മാടെ കൂടപ്പറപ്പുകളെ കാണണേ. മക്കളെ, ഉപ്പാന്റെ ഫ്രണ്ടിനെ കാണുമ്പോ ഒരു സലാം പറയണേ. ഉമ്മാടെ ഫ്രണ്ടിനെ കാണുമ്പോ സലാം പറയണേ. അത് നിന്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു സംഗമത്തിൽ ഒരുമിച്ച് കൂടി. റബ്ബേ, നാളെ നിന്റെ സ്വർഗത്തിലും ഞങ്ങളുടെ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ.